പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഞാനിങ്ങനെ വെറുതെ ഇരിക്കുമ്പം ഞാൻ എന്തെങ്കിലും വീഡിയോ ഇടാമെന്ന് ആലോചിച്ചു. അപ്പോൾ ഉമ്മ പറഞ്ഞ്, ഞാൻ കണ്ടന്റിനെ കുറിച്ച് കുറേ ആലോചിച്ചു. ഉമ്മ പറഞ്ഞ് ഇന്നലെ എൻ്റെ ജേണൽ കിറ്റ് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് വെച്ചിട്ട് ജേണൽ ചെയ്യാൻ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കും ഐഡിയ തോന്നി, അത് നല്ലതാണ്. അപ്പോൾ ലെറ്റ്സ് ഗോ ആൻഡ് ഡു വിത്ത് മൈ ജേണൽ. ഗൈസ്, ഇതാണ് എൻ്റെ ജേണൽ കിറ്റ്. ഇതിനകത്ത് കുറേ സാധനമുണ്ട്, കുറേ അല്ല, പക്ഷെ വേർത്താണ്. ഇതിൻ്റെ പൈസക്ക് വേർത്താണ് കേട്ടോ ഇത്. പിന്നെ പ്രൈസ് എന്ന് പറയുന്നൊരു 300 രൂപയാണ്. ഈ പെന്ന് ഞാൻ വെച്ചതാണ് കേട്ടോ. പിന്നെ ഇത് ഞാൻ വെച്ചത് എനിക്ക് എന്തൊക്കെ എഴുതാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാണ് നമ്മളെ ബുക്ക്. ഇത് ഞാൻ ഇന്നലെ ജേണൽ ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് വയ്യ കാണിച്ചു തരാം. അപ്പോൾ നല്ല ബുക്കാണ് കേട്ടോ, നല്ല ക്വാളിറ്റി ഉണ്ട്, എല്ലാ സാധനത്തിനും നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ ഇത് നമുക്ക് കുറച്ച് നോട്ട്സ് എഴുതിയ സ്റ്റിക്കേഴ്സാണ്. ഇതൊന്ന് ചൈനീസ്, ഇത് ഇംഗ്ലീഷ്. പിന്നെ വേറെ ഇങ്ങനെ റൗണ്ട് ഷേപ്പിലുള്ള, പിന്നെ ഇങ്ങനത്തെ കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ട്. ഇങ്ങനത്തെ കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ട് ഇതിൽ. ഇങ്ങനത്തെ കുറച്ച് സ്റ്റിക്കേഴ്സ്, ഇതൊക്കെ വേർത്താണ് ഗൈസ്. ഇവിടെ വീണതേല്ലോ. ഇതൊക്കെ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ്. പിന്നെ വേറെ പിന്നെ ഒരു മെമ്മോ പാഡ്സും ചെക്ക് ലിസ്റ്റും പിന്നെ വണ്ടർഫുൾ ഡേ എന്ന് പറഞ്ഞൊരു കുറച്ച് നോട്ട്സും ഉണ്ട്. പിന്നെ ഇത് കുറച്ച് പിക്ചേഴ്സാണ് നമുക്ക് ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. ഇതൊന്നും സംഭവം ഒന്നും എനിക്ക് മനസ്സിലായില്ല. പിന്നെ 2 വാഷി ടൈപ്സ് ഉണ്ട്. പിന്നെ നമ്മൾ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ലെറ്റേഴ്സ് എല്ലാം ഇതിൻ്റെ ഉള്ളിൽ വെക്കുന്നില്ല, അങ്ങനത്തെ സാധനങ്ങളുണ്ട്. കുറച്ച് പിക്ചേഴ്സും ഉണ്ട്, ഇങ്ങനത്തെ കുറച്ച് കുഞ്ഞു പിക്ചേഴ്സും ഉണ്ട്. കുഞ്ഞു പിക്ചേഴ്സും ഉണ്ട്. 2 പേപ്പർ ഉണ്ട്, കളർ പേപ്പർ. പിന്നെ കുറച്ച് ഇങ്ങനത്തെ ഷീറ്റ് ഉണ്ട്. ഇങ്ങനത്തെ കുറച്ച് ഷീറ്റ്സ് ഉണ്ട്. ഐ തിങ്ക് ഇത് ബുക്ക് മാർക്ക് ഇങ്ങനെ ആവില്ല. പിന്നെ കുറച്ച് കട്ടിയുള്ള പേപ്പേഴ്സ് ഉണ്ട്. ഇത്രയൊക്കെ ഉണ്ട് ഗൈസ്. അപ്പം നമുക്ക് ഇന്ന് ഇത് വെച്ചിട്ട് ജേണൽ ചെയ്യണം. അപ്പം ഞാൻ ഇതൊക്കെ സെറ്റാക്കിയിട്ട് വരാം. അപ്പോൾ എല്ലാം സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് സാധനം എടുത്തിട്ട് ഫുള്ള് ഇത് വെക്കണം. ഞാൻ കുറച്ച് എനിക്ക് യൂസ് ആവുന്ന കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. ബുക്ക് എന്തായാലും വേണം. അപ്പോൾ സോറി, ഇതിവിടെ വെക്കാം. ഇതെവിടെയാണെങ്കിൽ വെക്കട്ടെ. ഓക്കെ, ബുക്ക് ഞാൻ ഇന്നലെ ചെയ്ത ജേണൽ കാണിച്ചു തരാം. ഹൗ ഇറ്റ് ലുക്സ്. ഓക്കെ, അപ്പം നെക്സ്റ്റ് പേജിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യണം. അത് തോന്നുന്നു 2 പേജ് ഫുള്ളാക്കണം. 2 പേജ് ഫുള്ളാകുന്നത്ര നമുക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് തുടങ്ങാം ഗൈസ്, തുടങ്ങാം. അപ്പോൾ ഗൈസ്, ഞാൻ ബുക്ക് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ചെറുതായിട്ട് സ്ഥലം മാറ്റി പിടിച്ചിട്ടുണ്ട് ഗൈസ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്പേസ് ഇല്ല നമുക്ക് അത്ര. അതുകൊണ്ട് നമുക്ക് ഇതാക്കാം. അപ്പോൾ നെക്സ്റ്റ് പേജ് എടുക്കാം ഗൈസ്. അപ്പം നമ്മൾ എന്നാക്കണം, എല്ലാം നമുക്ക് ഇവിടെ നിരത്തി വെക്കാം. ആലോചിക്കാം ഇത് എടുക്കലെന്ന്. നമുക്ക് തോന്നുന്നത് ഗൈസ്, ഇത് വെച്ചിട്ട് നമുക്കിന്ന് ചെയ്താലുണ്ട്, നല്ല രസമില്ല കാണാൻ. നമുക്ക് ഇത് വെച്ചിട്ട് ചെയ്യാം. ഞാനിത് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇത് കുറച്ച് പിക്ചേഴ്സ് ഉണ്ട് ഇതിൽ, കാണിച്ചു തരാം. ഇതാണ് ഇത് അടങ്ങി നിൽക്കുന്നില്ലല്ലോ. പിന്നെ ഇത് അത്യാവശ്യം നല്ല പിക്ചേഴ്സാണ് ഗൈസ്. ഇത് ഞാൻ തന്നെ ശരിക്കും നോക്കിയിട്ട് ഗൈസ്, ഞാനിപ്പോൾ. പിന്നെ ഇതുണ്ട്, എന്തൊക്കെയുണ്ട് ഗൈസ്. ഈ റൗണ്ട് ഉണ്ട്, പപ്പീൻ്റെ ഒരു സ്റ്റാമ്പ് ഉണ്ട്, ബട്ടർഫ്ലൈൻ്റെ ഒരു സ്റ്റാമ്പ് ഉണ്ട്. ഇനി ഇത് ഉണ്ട്.
പിന്നെ ഇതുണ്ട്, പിന്നെ ഇത് രണ്ടെണ്ണം ഉണ്ട്. അപ്പം നമുക്ക് ജേണൽ ചെയ്യാൻ തുടങ്ങാം. അപ്പം നമ്മൾ സെലക്ട് ചെയ്ത പിക്ചർ എന്ന് വെച്ചാൽ ഇതാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് എവിടെ ഒട്ടിക്കാം? ഇവിടെ നടുക്കായിട്ട് തന്നെ ഒട്ടിക്കാം. ഇത് കീറണോ ഗൈസ്? ഇവിടെ കീറേണ്ട അവിടെയാണോ? കീറണമൊന്നും വേണ്ട, ഇത് ഫുള്ളാക്കാം. അല്ലെങ്കിൽ ഇതിങ്ങനെ വെച്ചിട്ട് വേറെ ഏതെങ്കിലും പിക്ചർ വെച്ചിട്ടാക്കിയാലോ? എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല. നമുക്ക് ഇത് നടുക്ക് വെച്ചാലോ? എനിക്കൊരു ഐഡിയയും കിട്ടുന്നില്ല ഗൈസ്. അപ്പോൾ ഇവിടെ കീറിയിട്ട് ഇതിങ്ങനെ ഒട്ടിച്ചിട്ട് വെച്ചാലോ? ഒന്നും മനസ്സിലാവില്ല. എന്ത് ചെയ്യും ഗൈസ് നമ്മൾ? അവസാനം ആലോചിച്ചൊരു തീരുമാനം എത്തിയിട്ട് അമ്മ വിചാരിച്ചു നമുക്ക് ഈ പിക്ചർ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചാലോ എന്ന്. കട്ട് ചെയ്തിട്ട് വെച്ചാലോ? വാഷി ടേപ്പ് ഒട്ടിച്ച് വെച്ചിട്ട് ഇങ്ങനെയുണ്ട്. നമുക്ക് ഇത് 2 പേജായിട്ട് ഇങ്ങനെ ആക്കണം. ഒന്നെങ്കിൽ 2 പേജായിട്ട് ആക്കണം, 2 പേജായിട്ട് ആക്കാം ഗൈസ്. നമുക്ക് ഫസ്റ്റ് തന്നെ ഇത് ഇവിടെ പെന്ന് ഇവിടെ വെക്കട്ടെ. പേർപ്പിൾ വാഷി ടൈപ്പ് എടുക്കാം. കാണുന്നില്ല നമുക്ക്. ഇപ്പം കിട്ടി. ഇപ്പം ഇതൊരു സെറ്റപ്പിൽ വെക്കണം ഫസ്റ്റ്. ഇത് ഇങ്ങനെ വെക്കാം. അപ്പോൾ ഇതൊരു പ്ലേസിൽ ഒതുക്കിയിട്ട് വെക്കട്ടെ. ചിരിയരുത് ഗൈസ്. യെസ്, ഫൈനലി ഗൈസ് കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. സോറി ഗൈസ്, ഇത് കറക്റ്റായല്ലേ? ഓ മൈ ഗോഡ്, ഇത് ഒട്ടുന്നില്ല. ഇപ്പുറത്തെ പേജ് ഒട്ടിക്കാം. ഓക്കെ, തെറ്റിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ ഏതെങ്കിലും പിക്ചർ ഒട്ടിക്കണം. ഈ വാഷി ടേപ്പ് കവറാക്കാനൊന്നും പറ്റില്ല, പക്ഷെ കവറാക്കുന്ന രീതിയിൽ വേറെ ഒരു പിക്ചർ ഒട്ടിക്കണം. ഞങ്ങൾക്ക് കാണില്ല. ഈ സ്റ്റിക്കറിന് ഏതെങ്കിലും ഒന്നെടുത്തിട്ട് ഇവിടെ വെച്ചാലോ? ബോറാവും തോന്നുന്നു. നമുക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും വെക്കാം. ഇതിൽ നമുക്ക് എന്തെങ്കിലും വെക്കാം ഗൈസ്. ഈ പേജ് ഫുള്ള് നമുക്ക് കവറാക്കണം. അതുകൊണ്ട് നമുക്ക് ഇതൊക്കെ സോറി ഗൈസ്, നിങ്ങൾക്ക് കാണുന്നുണ്ടായില്ല ചിലപ്പോൾ. ചെരിഞ്ഞു പോയി. യെസ്, ഈ സ്റ്റിക്കർ ബോറാവും ഗൈസ്, ബോറാവും. ഞാൻ ഇവിടെ നിന്ന് എടുക്കുന്നത് ജസ്റ്റ് ഞാൻ എടുത്തിട്ട് ഇവിടെ തന്നെ ഒട്ടിക്കുന്നു ഗൈസ്. ഇത് തോന്നുന്നു ഇത് ബോറാവുന്നു. നമുക്ക് എന്ത് ചെയ്യും മലയ്യ ഗൈസ്? എന്ത് ചെയ്യും? നമുക്ക് ഇതാ ഈ സ്റ്റിക്കറിന് എടുക്കണം. ഇതെടുക്കാം. വെൻ യുവർ ഡ്രീംസ്
ഗൈസ് വെൻ യു ഡ്രീംസ് ഗൈസ് നിങ്ങൾ കാണുന്നുണ്ടോന്നറിയില്ല. വെൻ യു ഡ്രീംസ് കം അലൈവ് യു ആർ അൺസ്റ്റോപ്പബിൾ. അതിടാം. ഒരു ഡ്രീമി തീം ജേണൽ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. ബട്ട് അതിനുള്ള ഇതൊന്നും ഇല്ല ഗൈസ്. നമ്മളൊക്കെ യെസ് ഗായ്സ് നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. വേറെ എന്തെങ്കിലും ചെയ്യാം. വേറൊന്നും വേണ്ട ഗൈസ്. നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു പേർപ്പിൾ ഇതിൻ്റെ അതേ കളർ കിട്ടുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഈ പേർപ്പിൾ എടുക്കാം. ഓക്കെ. അയ്യോ ഗൈസ് ഇത് ഒട്ടിയില്ല. സൈഡ് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ വേറെ എന്തെങ്കിലും ചെയ്യണം ഗൈസ്. ഇത് ചുറ്റും വാഷി ടേപ്പ് ഒട്ടിച്ചാലോ കവറാക്കിയാലോ തോന്നുന്നു. കവറാക്കിയാലോ വാഷി ടേപ്പ് വെച്ചിട്ട് കവറാക്കിയാലോ. എനിക്കത്ര ജേണലിനോട് വലിയ ഇതൊന്നും ഇല്ല ഗൈസ്. പക്ഷെ നമുക്ക് ഈ ജേണൽ ചെയ്താൽ വേണ്ടേ. ഇങ്ങനെ കവറാക്കണം ചെയ്താലോ ഗൈസ്. നമുക്ക് കവറാക്കാം. ഈ വൈറ്റ് പേപ്പർ കാണണ്ട, അതേ കണക്കാക്കാം. നെക്സ്റ്റ് ഈ പേജിലാക്കാൻ വേണ്ടിയിട്ട് കുറേ പാട് പെടും. ഇവിടെ ആക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു. ഗൈസ് ഇത്ര ഇങ്ങനെ ആവുന്നല്ലോ ഗൈസ്. നമ്മൾ അപ്പോൾ നമ്മുടെ ജേണൽ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വേറെ എന്തെങ്കിലും എഴുതണോ ഗൈസ്? എവിടെ എന്തെങ്കിലും എഴുതിയാലോ? എന്തെങ്കിലും എഴുതണം ഗൈസ്. എഴുതണ്ട. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ലവ് യു ആൻഡ് ബൈ.